നമസ്കാരം. നാം ഏവർക്കും അറിയാവുന്നതാണ് ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവത സാക്ഷാൽ ലക്ഷ്മി ദേവിയാകുന്നു. സമ്പത്തിൻ്റെ അധിപൻ കുബേരദേവനാണ്. ഗണേശ ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും കുബേരദേവനെയും ആരാധിച്ചാൽ സമ്പൽ സമൃദ്ധി വന്ന് ചേരുന്നതുമാണ്. എന്നാൽ ലക്ഷ്മി ദേവിയെയും കുബേരദേവനെയും സമ്പത്തിൻ്റെ അധിപരാക്കിയത് സാക്ഷാൽ മഹാദേവനാകുന്നു. അവർക്ക് ഈ വരം നൽകിയത് പരമശിവനാണ്. അതിനാൽ ജീവിതത്തിൽ സമ്പത്ത് ആഗ്രഹിക്കുന്നവർ ലക്ഷ്മി കുബേര പ്രീതി വരുത്തുന്നത് ഉത്തമമാണ്. എങ്കിലും പരമശിവനെ ആരാധിക്കുന്നതും അതീവ ശ്രേയസ്കരമാണ്. അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ സകല സാമ്പത്തികപരമായ തടസ്സങ്ങളും ഭഗവാൻ മാറ്റുക തന്നെ ചെയ്യും. ദാരിദ്ര്യ ദുഃഖം, കടം, ബിസിനസ്സിലുള്ള നഷ്ടങ്ങൾ, കഷ്ടതകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്ന ആരും തന്നെ ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം. ധനത്തിന് ധനം തന്നെ വേണം എന്ന വാസ്തവം നാം അംഗീകരിച്ച് മതിയാകൂ. കാരണം നാം വസിക്കുന്നത് കലിയുഗത്തിലാകുന്നു. ഈ ദുരിതങ്ങളിൽ നിന്നും അനായാസം കരകയറുവാൻ മഹാദേവൻ അഥവാ പരമശിവന്റെ ഒരു മന്ത്രമുണ്ട്. ഈ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ ധനാകർഷണം അഥവാ ധനവശ്യം ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഇതേക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ദാരിദ്ര്യം. ഒരു വ്യക്തിക്ക് ദാരിദ്ര്യം വന്ന് ചേരുന്നതിന് പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തേതായി പരാമർശിക്കുന്നത് ശാപമാണ്. പ്രധാനമായും പൂർവജന്മ ശാപം. രണ്ടാമത്തേതായി പരാമർശിക്കുന്നത് കർമ്മഫലമാകുന്നു. മൂന്നാമത്തേതായി പരാമർശിക്കുന്നത് കുടുംബദോഷമാണ്. ഇവ പരിഹരിക്കാതെ ഉയർച്ച ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. ദാരിദ്ര്യം അനുഭവിക്കുക അത്ര എളുപ്പമുള്ള ഒരു കാര്യവുമല്ല. എന്നാൽ ധനവശ്യത്തിലൂടെ പരിഹാരം വന്ന് ചേരുന്നതുമാകുന്നു. ഇതിനായി പരമശിവന്റെ ഒരു അംശാവതാരത്തെയാണ് നാം ആരാധിക്കേണ്ടത്. പ്രത്യേക ദിവസങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ധനാകർഷണ ഭൈരവദേവൻ. സ്വർണപ്രഭയുടെ മധ്യത്തിൽ കുടികൊള്ളുന്ന ദേവനാണ് ധനാകർഷക ഭൈരവദേവൻ. ഭൈരവി ദേവിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഭഗവാന് സ്വർണ കവചവുമുണ്ട്. ധനാകർഷണത്തിനായി ധനാകർഷണ ഭൈരവദേവനെ നാം ആരാധിക്കേണ്ടതാകുന്നു. എന്നാൽ പ്രത്യേക ദിവസങ്ങളിൽ ആരാധിക്കുന്നത് ശുഭകരമാകുന്നു. അത് ഏതെല്ലാം ദിവസങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. പണത്തിന് അത്ര അത്യാവശ്യമുള്ളവരാണ് നിങ്ങൾ എങ്കിൽ പ്രധാനപ്പെട്ടതായ ഈ ദിവസങ്ങൾ നോക്കണം എന്നില്ല. ദിവസങ്ങൾ: ശിവരാത്രി, പ്രദോഷം, തിങ്കളാഴ്ച, ശനിയാഴ്ച ദിവസം വരുന്ന പ്രദോഷം. ഇവ പ്രത്യേകം ഫലം തരുന്ന അഥവാ പെട്ടെന്ന് ഫലം തരുന്ന ദിവസങ്ങളാകുന്നു. ഈ മന്ത്രജപം അഥവാ ഈ ദിവസങ്ങളിലുള്ള മന്ത്രജപം പെട്ടെന്ന് തന്നെ ധനത്തെ ആകർഷിക്കുവാൻ സഹായകരമായ ദിവസങ്ങളാകുന്നു. ഇനി സമയത്തിനും പ്രാധാന്യമുണ്ട്. ആ സമയത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. സമയം: രാവിലെയാണ് നിങ്ങൾക്ക് ജപിക്കുവാൻ സൗകര്യപ്രദം എങ്കിൽ രാവിലെ 8 മണിക്ക് മുമ്പ് തന്നെ കുളിച്ച് ശുദ്ധിയായി മന്ത്രജപം ആരംഭിക്കണം. രാവിലെ 8 മുൻപ് തന്നെ ജപിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതായ ഫലം ലഭിക്കണം എന്നില്ല. ഇനി വൈകുന്നേരമാണ് നിങ്ങൾക്ക് സമയം ലഭിക്കുന്നത് എങ്കിൽ ത്രിസന്ധിക്ക് ജപിക്കുക. ഏറ്റവും വിശേഷപ്പെട്ട ഫലം ത്രിസന്ധിക്ക് ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ മന്ത്രം ജപിക്കുന്നതായ അവസരത്തിൽ ഭഗവാന് ചില വസ്തുക്കൾ, ചില വിശേഷപ്പെട്ട വസ്തുക്കൾ സമർപ്പിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. അതേക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യത്തേത് താമരപ്പൂവാണ്. രണ്ടാമത്തേത് രുദ്രാക്ഷമാലയാകുന്നു. മൂന്നാമത്തേത് തിലപ്പായസമാണ്. ഇവ സമർപ്പിക്കാം. ഇനി ഇതൊന്നും സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അല്പം പാലാണ് എങ്കിലും ഭഗവാന് സമർപ്പിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ജപമാല. ജപമാല നിർബന്ധമില്ല. സാധിക്കുന്നവർ ഉപയോഗിക്കാവുന്നതുമാണ്. താമരമണിമാല, ചന്ദനമാല, രുദ്രാക്ഷമാല, നവരത്നമാല എന്നിവ ഉപയോഗിക്കാവുന്നതാകുന്നു.
അത്യാവശ്യം ഈ മന്ത്രം ജപിക്കുമ്പോൾ അനിവാര്യമായ ചില കാര്യങ്ങളുണ്ട്, അതുകൂടി മനസ്സിലാക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കുന്നതായ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല. അതിൽ ആദ്യത്തേത് മനഃശുദ്ധിയാകുന്നു. മനഃശുദ്ധി നിർബന്ധമാണ്. രണ്ടാമത്തേത് ശരീരശുദ്ധിയാകുന്നു. പോസിറ്റീവായ മനസ്സ് നിങ്ങൾക്ക് അനിവാര്യമാകുന്നു. നെഗറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ വിശ്വാസം അനിവാര്യമാകുന്നു. വിശ്വാസത്തോടെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഫലം ലഭിക്കൂ അല്ലെങ്കിൽ ഫലിക്കൂ എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു കാര്യം ഭസ്മതിലകമാണ്. ഭസ്മതിലകവും നിർബന്ധം തന്നെയാണ്. ഈ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇനി മന്ത്രജപത്തെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യം നാം ജപിക്കേണ്ടതായ മന്ത്രം ഓം ഹ്രീം നമഃശിവായ എന്ന ശക്തി പഞ്ചാക്ഷരി മന്ത്രമാകുന്നു. 108 തവണ ജപിക്കുക. ഓം ഹ്രീം നമഃശിവായ എന്ന മന്ത്രം 108 തവണ. ശേഷം ഞാൻ ഈ പരാമർശിക്കുന്നതായ മന്ത്രം ജപിക്കുക. ധനാകർഷണ ശിവമന്ത്രം ഇപ്രകാരമാകുന്നു. ഓം അസ്യ ശ്രീ ധനാകർഷണ ഭൈരവ മഹാമന്ത്രസ്യ ബ്രഹ്മഋഷി പങ്ക്തിചന്ത ശ്രീ ധനാകർഷണ ഭൈരവോ ദേവത എന്നാകുന്നു. മന്ത്രം ഒരു തവണ കൂടി ജപിക്കാം. ഓം അസ്യ ശ്രീ ധനാകർഷണ ഭൈരവ മഹാമന്ത്രസ്യ ബ്രഹ്മഋഷി പങ്ക്തിചന്ത ശ്രീ ധനാകർഷണ ഭൈരവോ ദേവത എന്നാകുന്നു. ഇനി പരാമർശിക്കാൻ പോകുന്നത് ധ്യാനമാണ്. ഒരു തവണ നിങ്ങൾ ജപിക്കുക. ഓം ഗാംഗേയപാത്രം ഡമരും തൃശൂലം വരങ്കൈര സമസതതം ത്രിനേത്രം ദേവ്യായുധം സപ്തസുവർണ വർഷണം സുവർണാകർഷണം ഭൈരവമാശ്രയാമഹ്യം എന്നാകുന്നു. ഈ മന്ത്രം ഒരു തവണ ജപിക്കുക. ഇനി പരാമർശിക്കാൻ പോകുന്നത് മൂലമന്ത്രത്തെ കുറിച്ചാകുന്നു. മൂലമന്ത്രം 21 തവണയാണ് ജപിക്കേണ്ടത്. മന്ത്രം ഇപ്രകാരമാകുന്നു. ഓം വം ആപദ്ദുധാരണായ അജമല ഭക്തായ ലോകേശായ സ്വർണാകർഷണ ഭൈരവായ മമ ദാരിദ്ര്യം വിദ്വേഷണായ ഓം ശ്രീ മഹാഭൈരവായ നമഃ എന്നാകുന്നു. ഓം വം ആപദ്ദുദ്ധാരണായ അജമല ഭക്തായ ലോകേശായ സ്വർണാകർഷണ ഭൈരവായ മമ ദാരിദ്ര്യം വിദ്വേഷണായ ഓം ശ്രീ മഹാഭൈരവായ നമഃ എന്നാകുന്നു. ഈ മന്ത്രം നിങ്ങൾ 21 തവണയാണ് ജപിക്കേണ്ടത്. ഈ മന്ത്രങ്ങൾ ധനം ആവശ്യമുള്ളവർക്കും അതേപോലെ തന്നെ ധനികരായ വ്യക്തികൾക്കും ജപിക്കാവുന്ന മന്ത്രമാണ്. നിങ്ങളുടെ കൈകളിൽ ധനമുണ്ട് എങ്കിൽ ആ ധനം കാലങ്ങളോളം നിലനിൽക്കുവാനായി അല്ലെങ്കിൽ നിങ്ങളിൽ എന്നും നിലനിൽക്കുവാനായി ജപിക്കേണ്ട മന്ത്രം കൂടിയാണ് ഇത്. അതിനാൽ തീർച്ചയായും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ദുരിതങ്ങൾ വന്ന് ചേരാതെയും ഇരിക്കുന്നതാണ്.